5ഉം 8ഉം നൂറ്റാണ്ടുകൾ കഴിഞ്ഞവരും 14 നൂറ്റാണ്ടുകൾ സ്വഹാബത്തിന്റെ കാലത്ത് തന്നെ കേരളത്തിൽ വിശുദ്ധ ഇസ്ലാം എത്തി എന്ന ചരിത്രമാണല്ലോ ഇവിടെ പറഞ്ഞു വരുന്നത്. അപ്പൊ സ്വഹാബികളുടെ സാന്നിധ്യം ഇവിടെയുണ്ട് എന്ന് മഹത്തുക്കളായ ഉലമാക്കളും ആത്മജ്ഞാനികളായ മഹാന്മാരുമെല്ലാം നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മോട് പറയുന്ന വലിയ ചരിത്രങ്ങളെ നമ്മൾ അറിയുമ്പോൾ ഈ നാട്ടിൽ അവർ വരുത്തിയ പരിവർത്തനങ്ങളെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു പറഞ്ഞു, The invasion of Islam to India has influenced the Indian country in its culture in many ways. ഇസ്ലാമിന്റെ ആഗമനം ഇന്ത്യയിലേക്ക് ഇന്ത്യൻ കൾച്ചറിനെ അത് വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. ഈ നാടിൻ്റെ നല്ല സംസ്കാരത്തിലേക്ക് കൊണ്ടുവരുന്നതിന് മുസ്ലിംകളുടെ ആഗമനം സഹായിച്ചിട്ടുണ്ട്. Unfortunately, the invasion through the politics caused some kind of rejection from some areas. ചില ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ രാഷ്ട്രീയ പരമായി കടന്നു വന്നപ്പോൾ ആ രാഷ്ട്രീയത്തോടുള്ള വിരോധം കൊണ്ട് കുറെ ആളുകൾക്കത് സ്വീകരിക്കാൻ പറ്റിയില്ല. ഇസ്ലാം മതത്തിലേക്ക് വരിക എന്നല്ല അദ്ദേഹം ഉദ്ദേശിച്ചത്, മറിച്ച് ആ ഒരു സംസ്കാരം ഇവിടെ എല്ലാവരിലും സ്വാധീനിച്ചിട്ടുണ്ട്. നേരത്തെ ഉസ്താദ് അവറുകൾ സൂചിപ്പിച്ചത് അതാണ്. ആരാധനയുടെ കാര്യത്തിലാണെങ്കിലും ജീവിത സാമൂഹിക സാഹചര്യത്തിന്റെ വിഷയത്തിലാണെങ്കിലും എല്ലാം ഇന്ന് കാണുന്ന ഉത്കൃഷ്ടമായ സംസ്കാരത്തിൽ നിന്ന് വളരെ പിറകിലായിരുന്നു. ഭർത്താവ് മരിച്ചാൽ ഭാര്യ തീയിൽ ചാടി മരിക്കുക. ഇന്നും കർണാടകയുടെ ചില ഭാഗങ്ങളിൽ അങ്ങനെ ഭാര്യമാർ തലമുണ്ടനം ചെയ്ത് വീട്ടിന്റെ മട്ടുപ്പാവിൽ കയറി മാസങ്ങളോളം ഇരിക്കണമെന്നും തലക്ക് ഒടിപുരട്ടിയിട്ട് അങ്ങനെ പ്രത്യേക വേഷത്തിൽ ഇരിക്കണമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതുപോലെ ബഹുഭർത്തൃത്വം, ഒരുപാട് ഭർത്താക്കന്മാർക്കൊരു ഭാര്യ, കുഞ്ഞു പിറന്നാൽ ആരുടേതാണെന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് സംസ്കാരങ്ങൾ, അതെല്ലാം മാറിയത് വിശുദ്ധ ഇസ്ലാമിന്റെ വെളിച്ചം കൊണ്ടാണ് എന്ന് ജവഹർലാൽ നെഹ്റുവും CN മെഹ്തയും ഒരുപാട് ചരിത്രകാരന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ കിരീടമായി നിലകൊള്ളുന്ന കശ്മീർ വാലിയിൽ ഇറാനിൽ നിന്ന് വന്ന മീർ അലി ഹമദാനി എന്ന് പറയുന്ന മഹാപണ്ഡിതൻ, ദ സസ്റ്റൈനബിൾ മാൻ ഓഫ് കശ്മീർ, മീർ അലി ഹമദാനി അവർകൾ ഇവിടെ വന്നപ്പോ അദ്ദേഹത്തിന്റെ കൂടെ 700 സാദാത്തുക്കളും ഉണ്ടായിരുന്നു. ഞാൻ ഈ അടുത്ത് തിരുവനന്തപുരത്ത് നിന്ന് ഒരു വിമാനത്തിൽ കയറിയപ്പോൾ ബർമുടയും ടീഷർട്ടും ഇട്ട 2 ആളുകൾ, സംസാരം കേട്ടപ്പോൾ അറബിയാണെന്ന് തോന്നി. ഞാനൊന്ന് അടുത്തു ചെന്നപ്പോൾ ഒരാൾ ചിരിച്ചു. സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ അവർക്ക് കുറേശ്ശെ ഇംഗ്ലീഷ് പറയാൻ കിട്ടുന്നുണ്ട്, ഒരാൾക്ക്, മറ്റേ ആൾക്ക് അതും അറിയില്ല. അവർ റഷ്യൻ ലാംഗ്വേജാണ്. എന്തായാലും ഞാൻ അവരെ സീറ്റിൽ അഡ്ജസ്റ്റ് ചെയ്ത് എൻ്റെ അടുത്തിരുത്തി കുറച്ച് സംസാരിക്കാം എന്ന് കരുതിയിട്ട്. അവർ നോക്കുമ്പോൾ താജിക്കിസ്ഥാൻകാരാണ്. ഞാൻ ചോദിച്ചു, താജിക്കിസ്ഥാനിൽ നിങ്ങൾ മീർ അലി ഹമദാനിയെ കേട്ടിട്ടുണ്ടോ എന്ന്. ഷാഹെ ഹംദാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇറാൻകാരനായ ആ മഹാപണ്ഡിതൻ, സാമൂഹ്യ പരിഷ്കർത്താവ്, കശ്മീരിൽ വന്ന് വലിയ ദൗത്യങ്ങൾ നിർവഹിച്ച് തിരിച്ചുപോയത് താജിക്കിസ്ഥാനിലേക്കാണ്. അപ്പൊ കൂടെയുള്ള ആള് പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ നാട്ടിലാണ് അവരുടെ ഖബറുള്ളത്. അവരുടെ മാഷാ അല്ലാഹ്, അവിടെ ശ്രദ്ധിക്കപ്പെടുന്ന ആളാണോ? അതെ, വലിയ മഹത്വമുള്ള ആളാണ്. അങ്ങനെ അദ്ദേഹം പോക്കറ്റിൽ നിന്ന് പേഴ്സ് എടുത്ത് അതിൽ നിന്നൊരു കറൻസി എടുത്ത് എനിക്ക് തന്നു. മീർ അലി ഹമദാനി അവരുടെ ഫോട്ടോയും മറുവശത്ത് അവരുടെ മഖ്ബറയുടെ ഫോട്ടോയും ഒരു ഭാഗത്ത് അവരുടെ ചില കവിതകളും എഴുതിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അതിനുശേഷം ഇറാൻ എംബസിയിൽ നിന്നൊരാൾ വന്നു കോഴിക്കോട്ട്.
ഇറാൻകാരനാണല്ലോ, ഹമദാനിൽ നിന്ന് വന്ന ആളാണ് മീർ അലി ഹമദാനി. അദ്ദേഹത്തോട് ഞാൻ വിശേഷങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലും മീർ അലി ഹമദാനി വളരെ അറിയപ്പെട്ട ആളാണ്, ഞങ്ങളുടെ നാട്ടിൻ്റെ കറൻസിയിലും അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും ചരിത്രവും ഉണ്ട് എന്ന്. അപ്പോൾ വലിയ പ്രാധാന്യമുള്ള ആളാണ്. കശ്മീർ ഒരു സസ്റ്റൈനബിൾ വാലിയാണ്. കശ്മീർ വാലിയിൽ അവിടുത്തെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെയും അതിൻ്റെ ശരിതെറ്റുകളെയും അതൊന്നും വിലയിരുത്തുകയല്ല ഞാനിവിടെ ചെയ്യുന്നത്. മറിച്ച് നമുക്കവിടെ കാണാൻ കഴിഞ്ഞ ഒരു കാര്യം, 6 മാസം നീണ്ടു നിൽക്കുന്ന ഹർത്താൽ നടന്നാലും കശ്മീരുകാർക്കൊരു കൂസലും ഇല്ല. അവരുടെ വീട്ടിലെ വലിയ വീപ്പയിൽ നിറയെ അരിയും നെല്ലും ഉണ്ടാകും. അവരുടെ മുറ്റത്ത് ഒരു കൊച്ചു വീട്, ചെറിയൊരു 15 അടിയും 10 അടിയും വലിപ്പമുള്ള മുറ്റമാണെങ്കിലും അവിടെ ഒരു പച്ചക്കറിയുടെ കൃഷി ഉണ്ടാകും, ചെറിയൊരു തോട്ടമുണ്ടാകും. അതിൽ പ്രധാനമായും സാഗ് അഥവാ ചീരയുടെ ഒരു പ്രത്യേക ചീരയുണ്ടാകും. പിന്നെ തക്കാളിയും ക്യാരറ്റും മുള്ളങ്കിയും അതുപോലെ ചില പയറുകളും മറ്റൊക്കെ ആ ഒരു ചെറിയ സ്ഥലത്തുണ്ടാകും. കുറച്ചൊക്കെ പാറി നടക്കുന്ന കോഴികളും. അതുകൊണ്ട് തന്നെ അവർക്ക് കടകൾ അടച്ചിട്ടാൽ എത്ര മാസം കഴിഞ്ഞാലും അവരെ ഹർത്താൽ സ്റ്റോപ്പ് ചെയ്യാത്തത് അതുകൊണ്ടാണ്. നമുക്കൊരു ദിവസം ഹർത്താൽ ഉണ്ടായാലോ നമ്മൾ പട്ടിണിയാകും. തുടർച്ചയായൊരു പടിമുണക്ക് പ്രഖ്യാപിച്ച എങ്ങനെയാണ് നിർത്തിക്കിട്ടുക എന്ന് ചോദിക്കും. എങ്ങനെയാണ് ഒരു സമൂഹം സസ്റ്റൈനബിളായി മാറുന്നത്? ഒരു മഹാനായ വലിയന്റെ ദൗത്യമായിരുന്നു അത് എന്ന് നമുക്കറിയാം. 700 വർഷമേ ആയുള്ളൂ. അവർ കശ്മീർ വാലിയിൽ വന്ന സമയത്ത് 700 സാദാത്തുക്കൾ കൂടെ വന്നപ്പോൾ അവരിൽ കർഷകരുണ്ടായിരുന്നു. ഇന്ന് ലോകത്ത് ഏറ്റവും മുന്തിയ അരി കാശ്മീരിലെ അരിയാണ്. രാജ്മ എന്ന് പറയുന്ന ദാല് ഏറ്റവും മുന്തിയത് കശ്മീരിൻ്റെ രജ്മ ദാലാണ്. അതുപോലെ ബുർഗുർ ദാലാണ്. ആപ്പിൾ ലോകത്ത് എല്ലായിടത്തും ഉണ്ടെങ്കിലും കശ്മീരി ആപ്പിളിൻ്റെ രുചി മറ്റെവിടെയും ഇല്ല. അങ്ങനെ ഒരുപാട് വസ്തുക്കൾ. കശ്മീരി ഷാൾ എന്ന് പറഞ്ഞ് ഷാൾ, ഒരു ഷാളിന് 3 ലക്ഷവും 5 ലക്ഷവും ഒക്കെ രൂപ വിലയാണ്. ലുധിയാനയിൽ നിന്ന് പഞ്ചാബിൽ നിന്നുണ്ടാക്കിക്കൊണ്ടുവരുന്ന കശ്മീരി ഷാളല്ല. അവിടുത്തെ കുടുംബം ഒന്നിച്ചിരുന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ നെയ്തുണ്ടാക്കുന്ന പശ്മീന, ഷാത്തൂസ് പോലുള്ള ഷാളുകൾ. എന്താണ് അതിൻ്റെ വില? ആ നാട്ടിലെ കാർപ്പൻട്രിയും ഹാൻഡിക്രാഫ്റ്റ്സും അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഹുണറുകൾ, ഒരുപാട് കൗശലവിദ്യകൾ അവിടെയുണ്ട്. ഇതെല്ലാം ഷാഹെ ഹംദാൻ കൊണ്ടുവന്ന തൻ്റെ ശിഷ്യന്മാരിലുള്ളതായിരുന്നു. ചിനാറും ബൂനും സുഫേദയും ഇങ്ങനെ ഒരുപാട് മരങ്ങളും ചെടികളും അദ്ദേഹം കൊണ്ടുവന്നു. ആ നാട്ടിലെ ജനങ്ങൾ കൃഷിയും അതുപോലെ തന്നെ മരങ്ങളും തോട്ടങ്ങളും വെച്ച് പിടിപ്പിച്ചും കരകൗശലത്തിലൂടെയും ജീവിതം പഠിച്ചു. ഇതാണ് ഒരു സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ ലോക സംഘടന, ഐക്യരാഷ്ട്ര സംഘടന സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ എന്ന് പറഞ്ഞിട്ട് 17 ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ചിരിക്കുകയാണ് ലോകരാജ്യങ്ങൾക്ക്. എന്താണ്? പട്ടിണിയില്ലാത്ത സമൂഹം, പച്ചപ്പുകൾ നിറഞ്ഞ ഒരു ലോകം, പരിസ്ഥിതി സൗഹൃദമായ ലോകം, കുടിവെള്ളക്ഷാമം അവസാനിക്കണം. നമ്മുടെ രാജ്യത്ത് 50% ആളുകൾക്കും കുടിവെള്ളം, യഥാർത്ഥ കുടിവെള്ളം കിട്ടുന്നില്ല എന്ന സത്യം നമുക്കറിയാമല്ലോ. കുടിവെള്ളം എല്ലാവർക്കും എത്തിക്കണം, എല്ലാവർക്കും വിദ്യാഭ്യാസം, ആരോഗ്യം, ഇങ്ങനെ തുടങ്ങി 17 സസ്റ്റൈനബിൾ ഗോളുകൾ മുന്നിൽ വെച്ചിട്ടുണ്ട്. ഈ സസ്റ്റൈനബിൾ ഗോളുകൾ ഔലിയാക്കന്മാർ അവരുടെ സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെ സാധിച്ചെടുക്കുകയാണ്. മണ്ണും വെള്ളവും വായുവും സംരക്ഷിക്കപ്പെടുക, അതായിരുന്നു ഷാഹെ ഹംദാൻ അവർകൾ അവിടെ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഷാഹെ ഹംദാന്റെ ആ ഇഷ്ടം തേടി അവരുടെ അടുത്തേക്ക് ആ വാലിയിലെ പണ്ഡിറ്റുകളും എല്ലാവരും വരികയും ഞങ്ങൾ നിങ്ങളോടൊപ്പം കൂടട്ടെയോ എന്ന് ചോദിക്കുകയും ചെയ്ത് അവർ ഇസ്ലാമിലേക്ക് വന്നു. ആരെയും നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരികയോ, നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ മറ്റു മതക്കാരനെ മോശമാക്കി ചിത്രീകരിക്കുകയോ,
എൻ്റെ മതമാണ് മുന്തിയതെന്ന് പറയുകയോ ഒന്നും ചെയ്തിട്ടല്ല, ആരെയും വിളിച്ചിട്ടുമില്ല. ജനോപകാരപ്രദമായ കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു. ഞങ്ങളും വരട്ടെയോ എന്ന് ചോദിച്ചവർ വന്നു. അങ്ങനെയാണ് ഖാജാ മുഈനുദ്ദീൻ ചിശ്തി അൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹു, അവരിലൂടെയും ലക്ഷക്കണക്കിന് ആളുകൾ വിശുദ്ധ വെളിച്ചം പുൽകിയത്. നമുക്കറിയാം, സ്നേഹസംവാദത്തിൻ്റെയും മറ്റും പേരിൽ ഇവിടെ നടത്തുന്ന കലാപരിപാടികൾ കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇവിടെ വർഗീയമായ ചിന്താഗതികൾ ആളുകളിൽ ഉടലെടുത്തത്. ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നിട്ട് ഖാജാ അജ്മീരിയുടെ ദർഗയിൽ അവിടുത്തെ നേർച്ചയ്ക്ക് ചോറ് വിളമ്പാൻ ക്യൂ നിൽക്കുന്നത് ബ്രാഹ്മണന്മാരും ക്ഷത്രിയന്മാരുമാണ്. ഇന്ത്യയുടെ ഏത് പ്രധാനമന്ത്രി വന്നാലും ഏത് ഭരണാധികാരികൾ വന്നാലും അജ്മീർ ദർഗയിൽ വന്ന് ചാദർ വിരിക്കാതെ പോവുകയില്ല. ആ ബഹുമാനം എന്തുകൊണ്ടാണ് നിലനിൽക്കുന്നത്? ഒരു മതത്തെയും തള്ളിപ്പറഞ്ഞുകൊണ്ടോ കുറ്റം പറഞ്ഞുകൊണ്ടോ അല്ല, മറിച്ച് വിശുദ്ധ ഇസ്ലാമിൻ്റെ ജീവിതം നയിച്ചുകൊണ്ടാണ്. അവരോട് ആളുകൾ ചോദിക്കുന്നു, ഞങ്ങളും വരട്ടെയോ, ഞങ്ങളും വരട്ടെയോ, വന്നോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഇത്രയും ആളുകൾ വന്നത്. അരം റസൂലുള്ളാഹി അഷ്റഫുൽ വറാ ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്ക വിട്ട് 400 കിലോമീറ്ററുകൾക്കപ്പുറം യസ്രിബ് എന്ന് പറയുന്നൊരു ഗ്രാമം, റസൂലുള്ളാഹി തങ്ങൾ മക്കയിൽ വലിയ പീഡനങ്ങൾ അനുഭവിച്ച് സ്വഹാബത്ത് മുഴുവനും പ്രയാസങ്ങൾ അനുഭവിച്ചപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഹിജ്റ പോകാനുണ്ട്, ഇവിടെ നിന്ന് അങ്ങോട്ടെങ്കിലും പോകണമെന്ന് പറഞ്ഞപ്പോൾ ഇൻഷാ അല്ലാഹ് സമയമാകട്ടെ. തങ്ങൾ പറഞ്ഞു, ഉരീത്തു മക്കാന ഹിജ്റത്തിക്കും, നിങ്ങൾക്ക് ഹിജ്റ പോകാനുള്ള സ്ഥലം എനിക്ക് കാണിക്കപ്പെട്ടിട്ടുണ്ട്. അത് പർവ്വതങ്ങൾക്കിടയിലുള്ളൊരു വാലിയാണ്. മസ്റഅത്തുൻ മസാരിഉൻ ബൈന ലാബത്തൈനി, 2 വലിയ പർവ്വത നിരകൾക്കിടയിലുള്ള ഒരു മസ്റഅയാണ്, ഒരു തോട്ടമാണ്. ഈത്തപ്പനയുടെ കൃഷി നടക്കുന്ന സ്ഥലമാണ്. സഹാബികൾ പറഞ്ഞു, ഞങ്ങൾ വിചാരിച്ചു യമാമയോ ബഹ്റൈനോ പോലുള്ള ഏതെങ്കിലും സ്ഥലങ്ങളായിരിക്കും. ബഹ്റൈൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ബഹ്റൈൻ അല്ല, സൗദി അറേബ്യയിലെ അൽ ഇഹ്സാ എന്നൊക്കെ പറയുന്ന ഹുഫൂഫ്, ആ പ്രദേശത്തിനാണ് ബഹ്റൈൻ എന്ന് പറയുന്നത്, ഇന്നത്തെ ബഹ്റൈൻ ഉൾപ്പെടെയുള്ള സ്ഥലം. അങ്ങനെ ചെല്ലുന്നത് ഇന്നത്തെ മദീനയിലേക്കാണ്. യസ്രിബ് എന്നാണ് ആ ഗ്രാമത്തിൻ്റെ പേര്. ഒരു തനിച്ച കാർഷിക ഗ്രാമമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ എത്തിയിട്ട് ആ സ്ഥലത്തിന് പേരിടുന്നു മദീന, മദീനത്തു റസൂലില്ലാഹ്, പ്രവാചകന്റെ സിറ്റി, പ്രവാചകരുടെ നഗരം എന്നാണ് ആ സ്ഥലത്തിന് പേര് വയ്ക്കുന്നത്. നഗരം എന്ന് പറഞ്ഞാൽ എന്താണ്? നാഗരികമായ സ്വഭാവം ജനങ്ങളെ പഠിപ്പിക്കുകയാണ്. നഗരം എന്ന് പറഞ്ഞാൽ ഒരുപാട് കച്ചവട കേന്ദ്രങ്ങളും എണ്ണിയാലൊടുങ്ങാത്ത വാഹനങ്ങളും നിറയെ കാർബൺ മാലിന്യങ്ങളും ഒഴുകാത്ത ഓടച്ചാലുകളും വലിച്ചെറിയപ്പെട്ട മാലിന്യങ്ങളും ഇതെല്ലാം കുന്നുകൂടിയ സ്ഥലത്തിനല്ല നഗരം എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയെ ഒരു നഗരമായി പ്രഖ്യാപിച്ചപ്പോൾ അവിടെ ആദ്യമായി ഉണ്ടാക്കിയത് അതിൻ്റെ സ്ഥിരാകേന്ദ്രമായ മസ്ജിദുൻ നബവിയാണ്. മസ്ജിദുൻ നബവി അത് ആരാധനാ കേന്ദ്രമാണ്. ആദ്യത്തെ റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ കേന്ദ്രമാണ് മസ്ജിദുൻ നബവി. അസ്സുഫ ഇൻഫർമേഷൻ സെന്ററാണ്. ഫത്വ ചോദിക്കാൻ വരുന്നത് മസ്ജിദുൻ നബവിയിലേക്കാണ്. അത് കോടതിയാണ്. കേസുകൾ ഉന്നയിക്കപ്പെടുന്നത് അവിടെയാണ്, പരിഹാരം ലഭിക്കുന്നത് അവിടെയാണ്. അക്രമം കാണിച്ചവരെ പിടിച്ചു കൊണ്ടുവന്നാൽ പിടിച്ചു കെട്ടുന്നതും അവിടുത്തെ തൂണിലാണ്. അവിടുത്തെ അഥവാ ജയിലുകൾ അവിടെയുണ്ട്. അതുപോലെ തന്നെ സംഘങ്ങളായി വന്നുകൊണ്ട് ആളുകൾ ക്യാമ്പ് ചെയ്യുന്ന വുഫൂദ് വന്ന് തങ്ങുന്ന സ്ഥലമുണ്ട്. ഉസ്തുവാനത്തുൽ വുഫൂദ് ഇന്നും നമുക്ക് ചെന്നാൽ കാണാൻ കഴിയും. മസ്ജിദുൻ നബവി സ്ഥാപിച്ചുകൊണ്ട് അവിടെ സ്ഥിരമായി താമസിച്ചു പഠിക്കുന്നവരും അല്ലാത്തവരുമായ അന്നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും വിദ്യാഭ്യാസം കൊടുക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾക്ക് കൃഷിയും കച്ചവടമൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാ ദിവസവും ക്ലാസ്സിൽ പോകാൻ പറ്റില്ല. ചില ദിവസം ഞാൻ പോകും, അടുത്ത ദിവസം എൻ്റെ അയൽവാസി പോകും.
വൈകുന്നേരമാകുമ്പോൾ ഞാൻ പഠിച്ചത് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കും. അദ്ദേഹം പോകുന്ന ദിവസം വന്ന് എനിക്ക് പറഞ്ഞു തരും. അങ്ങനെ ഊഴം വെച്ചു പഠിച്ചും പാതിരാത്രിയിലെ ക്ലാസ്സുകളിൽ പങ്കെടുത്തും സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകമായി വഅദ് പറഞ്ഞു കൊടുത്തും നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും വിദ്യാഭ്യാസം കൊടുക്കുക എന്ന മഹത്തായ ദൗത്യമാണ് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചത്. വിദ്യ കൊടുത്തൊരു സമൂഹത്തിന് കച്ചവടം ചെയ്യാൻ പഠിപ്പിച്ചു. എന്നിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. നബിതങ്ങളുടെ മാർക്കറ്റ് വന്നപ്പോൾ അവിടെ കൊണ്ടുവന്ന നിയമങ്ങൾ കരിഞ്ചന്ത പാടില്ല, പൂഴ്ത്തിവെപ്പ് പാടില്ല. ഗ്രാമാന്തരങ്ങളിൽ കർഷകർ കൃഷി ചെയ്യുന്ന വസ്തുക്കൾ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ വഴിയിൽ സ്റ്റാളിട്ടുകൊണ്ട് ഇടത്തട്ടുകാരൻ അത് എടുക്കാൻ പാടില്ല. നേരെ മണ്ടിയിലേക്ക് മാർക്കറ്റിലേക്ക് കൊണ്ടുവരണം. അപ്പോഴാണ് കർഷകന് കൃത്യമായ വില കിട്ടുന്നത്, ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ വിലക്ക് സാധനങ്ങൾ ലഭിക്കുന്നത്. അങ്ങനെയുള്ളൊരു രീതി വന്നപ്പോൾ തങ്ങൾ തന്നെ ഇടക്ക് മാർക്കറ്റിലൂടെ ഇറങ്ങി സഞ്ചരിച്ചുകൊണ്ട് അരിയുടെ ചാക്കിലൊക്കെ ഒന്ന് കൈയിട്ട് നോക്കും. ഒരിക്കൽ ഒരാളുടെ അരിപ്പാത്രത്തിൻ്റെ അടിയിൽ നനഞ്ഞിട്ടുണ്ട്. എന്തിനാണ് നനഞ്ഞതടിയിലും ഉണങ്ങിയത് മുകളിലും വിട്ടത്? അത് മുകളിൽ കാണുമ്പോൾ ഉണങ്ങിയതാണെന്ന് വിചാരിക്കും. വാരിക്കൊടുക്കുമ്പോൾ ഭാരം കൂടുതലുണ്ടാകും, അടിയിൽ നിന്നെടുക്കും. അങ്ങനെയുള്ള മാർക്കറ്റ് ഇൻസ്പെക്ഷൻ തങ്ങൾ തന്നെ നേരിട്ട് നടത്തുന്നു. അങ്ങനെ കരിഞ്ചന്തയും കൊള്ളലാഭവും വഞ്ചനയുമൊന്നുമില്ലാത്ത കച്ചവടം മാർക്കറ്റിൽ ആരംഭിച്ചു. കുറച്ചുകാലം കഴിഞ്ഞപ്പോഴേക്ക് നാട് സാമ്പത്തികമായി ധന്യമാകുന്നു. രണ്ടാം ഖലീഫയുടെ കാലം വന്നപ്പോഴേക്ക് അങ്ങകലെ യമനിൽ പിരിച്ച ടാക്സ് സകാത്ത് വാങ്ങാൻ ആളില്ലാത്ത നിലക്ക് രാജ്യം മുഴുവനും സമ്പന്നമായി കഴിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃഷിഭൂമിയിൽ കൃഷി ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചു. നാളെ ഖിയാമത്ത് നാളാണെങ്കിലും ഇന്ന് നിങ്ങൾ ഒരു ചെടി നട്ടാൽ, നിങ്ങളുടെ കയ്യിൽ ഒരു ചെടിയുണ്ടെങ്കിൽ അതിന്ന് കുഴിച്ചിടണം എന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു. ഫിലോസഫിസ്റ്റുകൾ പറയുന്നത് ഇത്ര വലിയൊരു മോട്ടിവേഷൻ, ഇത്ര വലിയൊരു പ്രചോദനം കൃഷിയുടെ വിഷയത്തിൽ ലോകത്തുണ്ടായിട്ടില്ല. നാളെ ലോകം അവസാനിക്കുകയാണെങ്കിലും ഇന്ന് നിങ്ങളുടെ കയ്യിലുള്ളൊരു ചെടി കുഴിച്ചിടണം എന്ന് പഠിപ്പിച്ച ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃഷിയെ പ്രോത്സാഹിപ്പിച്ചു, ഭൂമി പതിച്ചു കൊടുത്തു. കൃഷി ചെയ്യാൻ കഴിയാത്തവർക്ക് കൂടെ ചെന്നുകൊണ്ട് അവരുടെ കൂടെ നബിതങ്ങളുടെ സ്വന്തം കൈകളെ കൊണ്ട് ഈത്തപ്പന മരങ്ങൾ നട്ടു. അത് തുടർന്നുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും നടപ്പിലാക്കി. അങ്ങനെയുള്ള കാർഷിക നിയമങ്ങൾ, ഭൂനിയമങ്ങൾ, ജലനിയമങ്ങൾ എല്ലാം അന്ന് തന്നെ എഴുതിയുണ്ടാക്കി. വേസ്റ്റ് മാനേജ്മെന്റ് ഇന്നിപ്പോൾ നമുക്ക് വലിയ നഗരങ്ങളിലൊക്കെ കാണാം. ഒരു മഞ്ഞപ്പെട്ടിയും ഒരു നീലപ്പെട്ടിയും ഒരു ചുവന്ന പെട്ടിയും ഒക്കെ. ഭക്ഷ്യ വേസ്റ്റുകൾ ഇടാന്, കടലാസ് ഇടാന്, പ്ലാസ്റ്റിക് ഇടാന് വെവ്വേറെ. ഇതൊരു വലിയ സംഭവമായി മനസ്സിലാക്കുന്നവരുണ്ട്. 14 നൂറ്റാണ്ടുകൾക്കപ്പുറം അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണത്. വേസ്റ്റ് സെഗ്രിഗേറ്റഡ് മാനേജ്മെന്റ്. നഖവും പല്ലും മുടിയും പ്ലാസന്റയും മെനിസ്ട്രൽ വേസ്റ്റുകളും ഇങ്ങനെയുള്ള 10 സാധനങ്ങൾ മണ്ണിൽ കുഴിച്ചിടണം. മലവും മൂത്രവും പോകുന്ന പൈപ്പിലൂടെ അത് ചെല്ലുന്ന ടാങ്കിലേക്ക് വുളൂഇന്റെ വെള്ളം വിടാൻ പാടില്ല. അത് ഭൂമിയിൽ കണ്ടാമിനേഷൻ ഉണ്ടാക്കും. അതുപോലെ ഭക്ഷ്യ വേസ്റ്റുകൾ ഒരിക്കലും മാലിന്യത്തിൽ ചേർക്കാൻ പാടില്ല. ഇങ്ങനെ വേസ്റ്റ് മാനേജ്മെന്റിന് ഇസ്ലാമിക ഫിഖ് മദ്രസയിലെ 3-ാം ക്ലാസ്സിലും 4-ാം ക്ലാസ്സിലൊക്കെ കുട്ടികൾ ഇക്കാര്യം പഠിക്കുന്നുണ്ട്. പക്ഷെ ആധുനിക യുഗത്തിൽ പറയുന്ന വിഷയങ്ങൾ കേൾക്കുമ്പോൾ ഇതൊന്നും നമ്മൾ പഠിച്ചത് നമുക്ക് ഓർമ്മയില്ലാതെ നാം അതൊക്കെ വലിയ കാര്യങ്ങളായി കാണുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, ഇത്രയും വലിയ കാര്യങ്ങൾ നമുക്ക് ജീവിതം പഠിപ്പിച്ചു തന്നു. അതാണ് വിശുദ്ധ ഇസ്ലാം. ഔലിയാക്കന്മാരെ പിൻപറ്റുമ്പോൾ, സ്വഹാബത്തിന്റെ ചരിത്രം നമ്മൾ അയവിറക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ പഠിപ്പിച്ചു തന്ന ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഓർക്കേണ്ടത്. ഇന്ന് നമ്മുടെ ടോയ്ലറ്റുകൾ യൂറോപ്യന്റെ ടോയ്ലറ്റാണ്. നമ്മുടെ പാൻസും ഷർട്ടും ആഫ്രിക്കക്കാരൻ്റെതാണ്. നമ്മൾ വസ്ത്രധാരണ മാറ്റിക്കഴിഞ്ഞു. നമ്മുടെ ടോയ്ലറ്റുകളുടെ സ്വഭാവം മാറി.
ഭക്ഷണം കഴിക്കുന്നതിൻ്റെ രീതി മാറി. നമ്മുടെ വീട്ടുമുറ്റത്തും പരിസരത്തും ഒന്നും മരങ്ങളില്ല, ചെടികളില്ല. അതുകൊണ്ട് തന്നെ രോഗങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ഈ പറയപ്പെടാൻ കഴിയാത്ത ഒരുപാട് പുതിയ പുതിയ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ചികിത്സിക്കാൻ മാർഗമില്ല. പ്രകൃതിയോട് ചേർന്നുകൊണ്ടുള്ളൊരു ജീവിത പദ്ധതിയാണ് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിരുന്നത്. വകാന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഅ്ജിബുഹു അൻ-നദറ ഇലൽ ഖദറാഇ വൽ മാഇൽ ജാരി. പച്ചപ്പുകളിലേക്ക് നോക്കാൻ നബി തങ്ങൾക്ക് എന്തൊരിഷ്ടമായിരുന്നു. ഒഴുകുന്ന വെള്ളത്തിലേക്ക് നോക്കാനും നബി തങ്ങൾക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് വീട്ടിൻ്റെ മുന്നിൽ കുറച്ച് ചെടികൾ വെച്ച് പിടിപ്പിക്കുക. വീട്ടിൻ്റെ മുന്നിൽ ഒരു ഫൗണ്ടനെങ്കിലും സ്ഥാപിച്ച് വെള്ളം ഒഴുകട്ടെ. പുഴയോരത്തും കടലോരത്തും ചെന്നിരിക്കാൻ പറ്റുന്നില്ലെങ്കിലും, കാരണം അത്തരം മനോഹരമായ ഇടങ്ങളെല്ലാം കാമുകന്മാരുടെയും അർദ്ധനഗ്നരായി ഉല്ലസിക്കുന്നവരുടെയും ഒക്കെ കേന്ദ്രങ്ങളായി മാറുമ്പോൾ മാന്യന്മാരായ ആളുകൾക്ക് കടപ്പുറത്തു പോകാൻ പറ്റില്ല, പുഴയോരങ്ങളിൽ നിൽക്കാൻ പറ്റില്ല. എങ്കിൽ വീട്ടിൻ്റെ മുന്നിൽ ഒരു ഫൗണ്ടൻ ഉണ്ടാക്കിയിട്ട് ഇടയ്ക്കിടെ അതൊന്ന് സ്വിച്ചിട്ട് അതിലേക്ക് നോക്കി നിന്നോളൂ. വെള്ളവും പച്ചപ്പും ടെൻഷൻ അകറ്റുന്നതാണ് എന്ന് സാധാരണ അറബികൾ പറയാറുണ്ട്. സലാസുൻ യുദ്ഹിബിനൽ ഹുസ്ൻ അൽ മാഉ വൽ ഖദർ വൽ വജ്ഹുൽ ഹസൻ. വെള്ളവും പച്ചപ്പും നല്ല മനുഷ്യന്മാരുടെ മുഖവും ടെൻഷൻ അകറ്റിക്കളയും. പ്രകൃതിയോട് ചേർന്ന് ജീവിക്കാൻ നമ്മെ പഠിപ്പിച്ചു. ഇന്ന് കുട്ടികളുടെ ട്രൗസറുകളുടെ രീതി എന്താണ്? റുക്കൂഇലേക്ക് പോയാൽ അവരുടെ പിൻഭാഗം പുറത്താണ്. അവർ കൈപൊക്കിയാൽ വയറും പൊക്കിളും പുറത്താണ്, ഔറത്ത് കാണും. തലയാകട്ടെ ഏതെങ്കിലും പൂജാരികളെ പോലെ തലമുടി മേൽപോട്ട് കൂർപ്പിച്ചു വെച്ചതാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ചിരി വരുന്നതിന് പകരം സഹോദരന്മാരെ, കരച്ചിലാണ് വരേണ്ടത്. നമ്മുടെ സംസ്കാരമാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നാം അറിയാതെ നമ്മുടെ കാലിൻ്റെ അടിയിൽ നിന്ന് മണൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നു, മണ്ണൊലിച്ചു പോകുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രായം ചെന്ന രക്ഷിതാക്കന്മാരും അതിൻ്റെ താഴെയുള്ള ആളുകളും നമ്മൾ കാത്തു സൂക്ഷിച്ച സംസ്കാരത്തെ എല്ലാ വിഷയത്തിലും നമ്മൾ സൂക്ഷിച്ചു വെക്കണം. വരും തലമുറക്ക് അത് കൈമാറിക്കൊടുക്കണം. ഏതെങ്കിലും പന്തുകളിക്കാരൻ്റെ മത്സരക്കാലത്ത് അവൻ്റെ ഒരു കൊച്ചു ട്രൗസർ ഇട്ടവൻ്റെ ചിത്രം, അത് തന്നെ മേൽപോട്ട് മടക്കി പിടിച്ച ആഭാസകരമായ ചിത്രങ്ങളുടെ കട്ടൗട്ടുകൾ വെക്കാൻ വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ട് നമ്മുടെ യുവതലമുറ വഴിതെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ, മാത്രമല്ല പലതരം മരുന്നിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലഹരിയുടെയും അടിമകളായി നമ്മുടെ മക്കൾ മാറിപ്പോകുന്നുണ്ടെങ്കിൽ, അവർക്ക് മൊബൈൽ ഫോണും മോട്ടോർ സൈക്കിളും വാങ്ങിച്ചു കൊടുത്താൽ വൈകുന്നേരമാകുമ്പോൾ വീട്ടിലേക്ക് വരുന്നുണ്ടോ, അല്ലെങ്കിൽ എങ്ങോട്ടാണ് പോകുന്നത്, ഏതു സമയത്ത് പോകുന്നു, ഏത് സമയത്ത് വരുന്നു എന്ന് അന്വേഷിക്കാനും ചോദിക്കാനുമുള്ള ബാധ്യതകൾ രക്ഷിതാക്കൾക്കുണ്ട്. രക്ഷിതാക്കൾ അത് ചോദിക്കുമ്പോൾ ആദരവോടെ മറുപടി എറിയുന്ന മക്കളായി നമ്മുടെ മക്കൾ നിലനിൽക്കണമെങ്കിൽ അതിനനുസരിച്ച് ചെറുപ്പത്തിലേ നാം അവരെ വളർത്തിക്കൊണ്ടിരിക്കണം. മദ്രസകളിൽ പറഞ്ഞയച്ചിട്ടുണ്ട്, ഉസ്താദുമാർ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പരീക്ഷ എഴുതിയിട്ട് അവർക്ക് 100 മാർക്കും കിട്ടുന്നുണ്ട്, ഡിസ്റ്റിങ്ഷൻ ലഭിച്ചിട്ടുണ്ട്, ഫസ്റ്റ് ക്ലാസ് ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടൊന്നും കാര്യമില്ല. ഇപ്പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മക്കൾ ജീവിതത്തിൽ പകർത്താൻ സാധിക്കുന്നുണ്ടോ എന്ന് ചോദിക്കണം. മലമൂത്ര വിസർജനത്തിന്റെ മര്യാദ പഠിക്കുമ്പോൾ അവർ പഠിക്കും ഇടത്തുകാലിൽ ചാരണം കൊണ്ടിരിക്കണം. വീട്ടിൽ വന്ന പിഞ്ഞാണത്തിന്റെ സ്റ്റൂളിൽ കയറിയിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ കുട്ടികൾ ഇത് സുന്നത്ത് എവിടുന്നാ ചെയ്യാൻ ചോദിക്കും. വയസ്സന്മാരായും രോഗികളായും പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി അറബികൾ കണ്ടുപിടിച്ച ടോയ്ലറ്റിനെ യൂറോപ്യന്റെ പേരിൽ അടിച്ചേൽപ്പിച്ചിട്ട് അതെല്ലാവർക്കും ഉപയോഗിക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് പ്രായമില്ലാത്തവരും രോഗമില്ലാത്തവരും അതുപയോഗിച്ച് രോഗികളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ കൂടെ ഇരിക്കാനും, തളികയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും, ഒന്നിച്ചൊരു പ്ലേറ്റിൽ നിന്ന് കഴിക്കാനും, അല്ലെങ്കിൽ വല്യുപ്പ മാരിയിട്ട് കൊടുത്തിട്ട് മക്കൾ കഴിക്കാനും ഒക്കെ ഉണ്ടായിരുന്ന സംസ്കാരം മാറിയിട്ട് മേശയും കസേരയും പോകട്ടെ, എങ്ങനെയെങ്കിലും പാത്രത്തിലെടുത്ത് ചുവരിൽ ചാരി നിന്നുകൊണ്ട് തിന്നുന്ന, പകുതി ഭാഗം കഴിച്ച് ബാക്കി വലിച്ചെറിയുന്ന സംസ്കാരം, അതെല്ലാം പരിഷ്കാരത്തിന്റെ ഭാഗമായി നമ്മുടെ വീട്ടിലേക്കും കല്യാണ സദസ്സിലേക്കും കടന്നു വന്നാൽ
നമ്മുടെ ഭാവി എന്തായിരിക്കും, ഇനി വരാൻ പോകുന്ന രോഗങ്ങൾ എന്തായിരിക്കും, ദാരിദ്ര്യത്തിന്റെ കൊടുമുടിയിലേക്ക്, പടുകുഴിയിലേക്ക് മനുഷ്യൻ താണുപോകുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് ഔലിയാക്കന്മാര് പഠിപ്പിച്ച സംസ്കാരം ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച രീതിയാണ്. അത് ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാവുക, അത് ജീവിതത്തിൽ കൊണ്ടുവരിക. മക്കയിൽ നിന്ന് 400 കിലോമീറ്റർ അകലെ ഒരു ഗ്രാമത്തിൽ ചെന്ന് അതിനൊരു നഗരമാക്കി മാറ്റി, ഒരു മസ്ജിദും മാർക്കറ്റും കൃഷിയിടവും ഭവന നിർമ്മാണ നിയമങ്ങളും അങ്ങനെ വിദ്യാഭ്യാസം ഏറ്റവും അടിസ്ഥാനപരമായി കൊടുത്ത മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആജ്ഞകൾ നമ്മൾ പിൻപറ്റുക. വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ഇന്ന് ചിലപ്പോൾ ഗൾഫുകാരനായ ആളുകൾ, സമ്പത്ത് ധാരാളമുണ്ട്, മക്കൾ എവിടെയാണ് പഠിക്കുന്നത്? ഓസ്ട്രേലിയയിലാണ്, ലണ്ടനിലാണ്. എന്താ പഠിക്കുന്നത്? ഡാറ്റാ സയൻസ് ആണ്, സ്ട്രാറ്റജിക്കൽ സയൻസ് ആണ്, ജിയോഫിസിക്സ് ആണ് എന്നൊക്കെ പറയും. മകള് പഠിക്കുന്നത് കൊള്ളാം. എന്നിട്ട് എന്താ ചെയ്യാ? അവൾക്ക് എവിടെ ജോലി കിട്ടുക? പഠിച്ചത് ലണ്ടനിലാണ്, ജോലി ഓസ്ട്രേലിയയിലാണ്, ഭർത്താവ് അമേരിക്കയിലാണ്. എങ്ങനെയുണ്ടാകും ജീവിതം? അങ്ങനെയുള്ള കരിയർ ഗൈഡൻസ് അല്ല കൊടുക്കേണ്ടത്. മറിച്ച് നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ ആവശ്യമായ നിലക്ക് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം എന്താണ് എന്ന് നോക്കിയിട്ട് പഠിപ്പിക്കാൻ കഴിയണം. സമ്പത്തിന്റെ അഹങ്കാരം കൊണ്ട് ഏതെങ്കിലും രാജ്യത്തുള്ള എന്തെങ്കിലും തരത്തിലുള്ള വിദ്യാഭ്യാസങ്ങൾ നേടിയാൽ മതി, അതിൽ അഭിമാനം കൊള്ളാം എന്ന് ചിന്തിക്കുന്ന പൊങ്ങച്ചത്തിന്റെ ചിന്താഗതി നമ്മിൽ നിന്ന് മാറേണ്ടതുണ്ട്. ഞാൻ നീട്ടി പറയുന്നില്ല, ഇൻഷാ അല്ലാഹ് മുഖ്യ പ്രഭാഷണം വരാനിരിക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് നമുക്ക് ഏറ്റവും വലിയ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മക്കാരിമുൽ അഖ്ലാഖ്, ബിഹേവിയർ സയൻസ് ആണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഞാനിവിടെ അധ്യാപനമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, സമൂഹത്തെ പഠിപ്പിക്കാനാണ് എന്നെ അയച്ചിട്ടുള്ളത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട സബ്ജക്റ്റ് മക്കാരിമുൽ അഖ്ലാഖ്, ബിഹേവിയർ സയൻസ് ആണ്. വലിയവരെ ആദരിക്കാനും ചെറിയവരെ സ്നേഹിക്കാനും മര്യാദകളാണ്. വാഹനം നിർത്തുമ്പോൾ ഒന്ന് മറ്റൊന്നിന് ബ്ലോക്കാകാൻ പാടില്ല. ചെരുപ്പ് കൊണ്ടുപോയി വെക്കുമ്പോൾ മറ്റൊരാളുടെ ചെരുപ്പിന്റെ മുകളിലാകാൻ പാടില്ല. വസ്ത്രധാരണ മനുഷ്യരുടെ മുന്നിൽ വെച്ച് തുണിയഴിച്ച് ഉടുക്കുന്ന രീതി ഉണ്ടാകാൻ പാടില്ല. ആളുകൾക്കിടയിലൂടെ ജീവിക്കുമ്പോൾ മറ്റുള്ളവർ കണ്ടാൽ നാണം തോന്നുന്ന രീതിയിലുള്ള വസ്ത്രധാരണം ആകരുത്. ഇങ്ങനെയുള്ള ജീവിതം പഠിക്കുകയാണ്, മക്കാരിമുൽ അഖ്ലാഖാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. വളരെ വിശാലമായ ഒരുപാട് വിഷയങ്ങളാണ്, പരത്തി പറയേണ്ട കാര്യങ്ങളാണ്. ഇതിലേക്കെല്ലാം ഒരു സൂചന മാത്രം നൽകിയിട്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. കോഴിക്കോട് നിന്ന് 45 കിലോമീറ്റർ അകലെ മർക്കസ് നോളജ് സിറ്റി ഉണ്ടാക്കിയപ്പോൾ ചിലർ ചോദിച്ചു, ഈ കാട്ടിൽ കൊണ്ടുപോയിട്ട് കാടിനോട് ചേർന്ന് എങ്ങനെയാണ് ഒരു നഗരം ഉണ്ടാക്കുക? ഇപ്പോ താമരശ്ശേരിയും കൊടുവള്ളിയും ഒക്കെ ഇതിന്റെ വഴിയിലുള്ള ആളുകൾ എങ്ങോട്ടാ പോകുന്നത് ചോദിച്ചാൽ സിറ്റിയിലേക്കാണ് എന്ന് പറയും. അപ്പൊ നേരത്തെ സിറ്റി എന്ന് പറഞ്ഞത് കോഴിക്കോടിനാ, ഇപ്പൊ കോഴിക്കോട്ടേക്കാണെങ്കിൽ ടൗണിലേക്ക് പോവുകയാണ് എന്ന് പറയും. സിറ്റി യു ടേൺ ചെയ്തു. ഗ്രാമങ്ങളിലേക്ക് പരന്നു പോവുക, കൃഷിയിടങ്ങളിലേക്ക് പോവുക, അവിടെ ജീവിക്കാനുള്ള മാർഗമുണ്ടാക്കുക. എല്ലാവരും തിങ്ങിക്കൂടി നഗരത്തിനുള്ളിൽ തന്നെ നിന്നാൽ നഗരമാലിന്യം ശ്വസിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും തന്നെ ഇബാദത്ത് ചെയ്യാനുള്ള കരുത്തുണ്ടാവുകയില്ല. നിങ്ങളെല്ലാവരെയും നേർച്ച കഴിഞ്ഞിട്ട്, ഉറൂസ് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇവിടുന്ന് കാസർഗോട്ടുകാർ ധാരാളമായി വരാറുണ്ട്. ഇവിടെ ഇരിക്കുന്നതിൽ തന്നെ ഒരുപാട് ആള് വന്നിട്ടുണ്ടാകും അല്ലേ? വന്നവരൊന്ന് കൈപോക്ക് കാണട്ടെ. മാഷാ അല്ലാഹ്. അപ്പൊ വരാത്തവരൊക്കെ ഒന്ന് വരണം. രാവിലെ തന്നെ കാസർഗോട്ട് നിന്നുള്ള 2-3 ബസ്സുകളാണ് എത്താറുള്ളത്. എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ഇസ്ലാമിക സാംസ്കാരികം നാഗരിക സ്വഭാവം എല്ലാ മതക്കാർക്കും ഏത് ജാതിക്കാരനും പ്രവേശനം നൽകി എല്ലാവർക്കും കാണാനും പഠിക്കാനുമുള്ള അവസരം കൊടുക്കുക എന്ന ഇന്ത്യ ഗവൺമെന്റിന്റെ മഹത്തായ ഒരു കോൺസെപ്റ്റ്, ഐക്യരാഷ്ട്രസഭയുടെ താല്പര്യങ്ങൾ, അതെല്ലാം ഇസ്ലാമിക സംസ്കാരത്തോട് വളരെ ചേർന്ന് നിൽക്കുന്നതായതുകൊണ്ട് അതെല്ലാം പഠിക്കാൻ വേണ്ടി ഇന്ന് പല രാഷ്ട്രങ്ങളിൽ നിന്നും ആളുകൾ വരികയാണ്.
ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിൽ നിന്നും ആളുകൾ വരികയാണ്. എല്ലാ മതക്കാരനും എല്ലാ ജാതിക്കാരനും അവരൊക്കെ ചോദിക്കുന്നു, ഞങ്ങൾക്കും ഇവിടെ വന്ന് താമസിക്കാൻ പറ്റുമോ എന്ന്. അങ്ങനെയുള്ള രീതികൾ അത് ഈ കാസർഗോഡ് മാലിക് ദീനാർ തങ്ങൾ കാണിച്ചിട്ടുണ്ടാകും. തീർച്ചയായും ഇവിടുത്തെ നാഗരിക ജീവിതം അതാണ്, അതിൻ്റെ പകർപ്പുകളാണ് ഇന്നും അവശേഷിച്ചുകൊണ്ട് ഇനിയും ബാക്കിയായിട്ടുള്ളത്. അത് ലോകത്തെവിടെ ഉലമാ ജീവിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ അങ്ങനെയുള്ള മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പഠിപ്പിക്കുകയും സംസ്കരിക്കുകയുമാണ് അവർ ചെയ്തിട്ടുള്ളത്. മഹത്തുക്കളായ സ്വഹാബത്തിൻ്റെയും ഔലിയാക്കന്മാരുടെയും ഉലമാവിൻ്റെയും പാത പിൻപറ്റിക്കൊണ്ട് ജീവിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകട്ടെ.